ലയണൽ മെസ്സി ഫുട്ബോൾ കണ്ട എക്കാലത്തെ മികച്ച പ്ലെയർ തന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഇപ്പൊ ആ ടീമിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അങ്ങേര് ആ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ മെസ്സി ഇന്ന് ശരിക്കും യൂസ്ലെസ് ആയിരുന്നു തോന്നി. മെസ്സി ഏലിയന് ഹ്യൂമൻ ബീങ് എല്ലാം നല്ല കുറെ പറയുമല്ലോ. ബട്ട് ഇപ്പൊ നമ്മൾ കാണാൻ മനസ്സിലായി ഹ്യൂമൻ ബീങ് ഇപ്പൊ കാണാൻ പറ്റും. ബെസ്റ്റിൽ നിൽക്കുമ്പം റിട്ടയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള ഉദാഹരണമാണ് ഇപ്പൊ മെസ്സിന്റെ കയ്യിൽ നിന്ന് കാണുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപ്പൻ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർജന്റീന വേഴ്സസ് ഇക്വഡോർ ക്വാർട്ടർ ഫൈനൽ മാച്ചിനെ പറ്റിയാണ്, കോപ്പ അമേരിക്കയുടെ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജസ്, ഷാമിൽ ആൻഡ് ഫർസീൻ. വെൽക്കം ടു ദ ഷോ ഗൈസ്. അപ്പോ നമ്മള് ഫോക്കസ് ചെയ്യുന്ന മാച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു. അർജന്റീന വേഴ്സസ് ഇക്വഡോർ. റീസെന്റ് ആയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസും അതുപോലെ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ മാച്ചസും നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന ആ ഒരു 2022 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ടീം, കറന്റ് കോപ്പ അമേരിക്ക വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു ടീം, അവര് ചാമ്പ്യൻ മെന്റാലിറ്റിയിലല്ല കളിക്കുന്നത്. അവരെ ഗെയിം സ്റ്റൈലും ഗെയിം പ്ലേയും മൊത്തത്തില്, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള മിഡ്ഫീൽഡ് ട്രയോ മെക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഡിപ്പോള്, ഈ ഒരു ട്രയോ വേൾഡ് കപ്പിൽ ഷൈൻ ചെയ്ത പോലെ ഒന്നും ഷൈൻ ചെയ്യുന്നില്ല. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാമ്പ്യൻ ടീമിന്റെ പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നില്ല. ഇക്വഡോർ അല്ലെങ്കിൽ കാനഡ പോലത്തെ ടീമുകളൊക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ അവരുടെ ഒരു റീസെന്റ് പെർഫോമൻസിനെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രത്യേകിച്ച് ഈ ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ അവർ നല്ല ഒരു മോശം പ്രകടനമാണ് അവരുടെ ഭാഗത്തുനിന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. എങ്ങനെ ഈ ഒരു മാച്ചിനെ വിലയിരുത്തുന്നു? ഒരു റീഗെയിനിങ് ചാമ്പ്യൻസിന്റെ ഏഴായാലത്ത് വരില്ല ഇപ്പത്തെ അർജന്റീന. ഇന്ന് കണ്ട കളിയിൽ വരൂല. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ എൻസോ ഫെർണാണ്ടസിനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആള് ചെൽസി പോയതിനു ശേഷം പഴയ വേൾഡ് കപ്പിലുള്ള എൻസോ ഒന്നുമല്ല. മിഡ്ഫീൽഡ് ആക്ച്വലി നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു എൻസോ. ലൈക്ക് ഒരു മോഡേൺ ബോക്സ് ടു ബോക്സ് പ്ലെയർ എങ്ങനെ വേണമെന്നുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു എൻസോ. ഇപ്പൊ എൻസോനെ നോക്കുകയാണെങ്കിൽ പറ്റുന്നില്ല. ഇന്നാണെങ്കിൽ എൻസോ ആണ് കുറച്ചുകൂടെ ഒരു ഒഫൻസീവ് റോൾ എടുത്തത്. പക്ഷേ ഒഫൻസീവ് റോളില് ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ വളരെ വീക്ക് ആയിരുന്നു എൻസോന്റെ. സാധാരണ എൻസോ പാസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് മാത്രമല്ല, ഈ ഒരു ഓൾ ടൂർണമെന്റിൽ അങ്ങനെ കുറെ ഷോട്ട്സ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. എൻസോന് ഇപ്പം മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചെൽസി പോയതിനു ശേഷം കുറെ ക്രിറ്റിസിസം വരുന്നുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു രീതിക്ക് കളിക്കാൻ നോക്കുക. ഗോൾ അടിച്ചിട്ടാണെങ്കിലും ഹൈലൈറ്റ്സ് കിട്ടണം എന്നുള്ള രീതിക്ക് പോലെയാണ് ഇപ്പൊ കളിക്കുന്നത്. പക്ഷെ അത് ടീമിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ പ്ലേസ് ചെയ്ത് മെക്കാലിസ്റ്ററിനെ കുറച്ചുകൂടെ ഒഫൻസീവ് റോള് കൊടുത്താൽ അർജന്റീനയുടെ പകുതി പ്രശ്നം തീർന്നു കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റാക്കിൽ നിക്കോ ഗോൺസാൽസ് നന്നായി പ്രസ് ചെയ്യും. ആള് നന്നായി ഡിഫെൻഡ് ചെയ്യും. അയാളെ പൊസിഷന്റെ ഏരിയ അയാൾ നന്നായിട്ട് കവർ ചെയ്യും. പക്ഷെ ആള് ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിക്ക് ഡിസാസ്റ്റർ ക്ലാസ് ആയി ഈച്ച് ആൻഡ് എവറി മാച്ച് കൊടുക്കുന്നത്. ഏതോ ഒരു മാച്ചിൽ എന്തോ ഒരു നല്ല ഷോട്ട് വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിക്കോ ഗോൺസാൽസിന്റെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്ന് ഡിമറിയ ഇറങ്ങിയിട്ടില്ല. ആകെ 90 മിനിറ്റ്സ് മാത്രമുള്ള മാച്ച് ആയതുകൊണ്ടായിരിക്കും ഡിമറിയനെ ഇറക്കാണ്ടിരുന്നത്.
അങ്ങനെ ഒരു ഹൈ ഇന്റൻസ് ടൂർണമെന്റിൽ മെസ്സിക്ക് ബാക്കി പ്ലേയേഴ്സ് ആയിട്ട് കോപ്പ് ചെയ്യണ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നും ഡിസ്കംഫേർട്ട് വെച്ചാണ് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ആള് സ്റ്റിൽ ഇഞ്ചുറി റിക്കവർ ആയിട്ടില്ല. ബട്ട് മെസ്സിന്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും, ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടായിരിക്കും സ്കാലോണി ടീമിലേക്ക് ഇറക്കിയിട്ടുണ്ടാവുക. കാരണം ഇന്ന് സാധാരണ അർജന്റീനയുടെ അറ്റാക്ക് വീക്ക് ആകുമ്പം ഏറ്റവും കൂടുതൽ എടുത്തു വെക്കുന്നത് മെസ്സി ആയിരിക്കും. കാരണം അയാളാണ് മിഡ്ഫീൽഡിനെ അറ്റാക്കിനെ കണക്ട് ചെയ്യാൻ നിൽക്കുക. ഇന്ന് മെസ്സിനെ നമ്മൾ ഹോൾ 2 ഹാഫിൽ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് 20 മിനിറ്റിലേക്ക് എന്തോ മെസ്സിന്റെ ഒരു ഫ്യൂ അറ്റാക്സ്, ഒരു 1-2 അറ്റാക്സ് എന്തോ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഇന്നൊരു ഡിസാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഉണ്ടായിനെ. ആ പെനാൾട്ടിയും കൂടെ ഷൂട്ട് ഔട്ടിൽ മിസ് ചെയ്ത്, അത് സീസു കളിച്ചിട്ട് പോയതാണെങ്കിലും നല്ലൊരു മിസ്സാണ്, അതിനൊന്നും പറയാൻ പറ്റൂല. നെക്സ്റ്റ് ചോദ്യം ഫർസീനോടാണ്. അപ്പോ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് മാച്ചസ് അല്ല, കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള കോപ്പ അമേരിക്കകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് എന്റെ അറിവിൽ 2016 കോപ്പ അമേരിക്കയിലും 2021 കോപ്പ അമേരിക്കയിലും മാത്രമാണ് നോൺ പെനാൽറ്റി ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോൺ പെനാൽറ്റി ഗോൾ അല്ലാണ്ട് ബാക്കി ടൂർണമെന്റുകളിൽ അടിച്ചിട്ടില്ല. അപ്പൊ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഒരു പെനാൽറ്റി മെർച്ചന്റ് ആയിരിക്കുകയാണോ അർജന്റീനക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ റീസെന്റ് പെനാൽറ്റി മിസ്സാക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും ഇപ്പോഴും ടൂർണമെന്റിൽ അങ്ങേര് ഗോൾ സ്കോറിങ്ങിന്റെ ഒരു ക്വാർട്ടർ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, അക്കൗണ്ട് ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല, 0-ൽ തന്നെയാണ് കിടക്കുന്നത്. ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ ഒരു സെമി ഫൈനലിലേക്ക് കയറി. സോ ഈസി സേവിങ് ഇറ്റ് ഫോർ ദ ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സി പെനാൽറ്റി മറിച്ചിട്ട് ഒന്നുമല്ല, അതൊക്കെ വെറും മിസ്റ്റേക്ക് ആണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അത് റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആണ്. ബട്ട് പെനാൽറ്റി മറിച്ചിട്ടൊന്നുമില്ല. മെസ്സിക്ക് ഒന്ന് പ്രൂവ് ചെയ്യാനില്ല. ഒന്നാമത് മെസ്സിക്ക് ഒരു കാര്യം ആരോടൊന്നും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനില്ല. പുള്ളി എന്താ പറയാ, പുള്ളിയുടെ ഒരു വെൽബീങ്ങിന് വേണ്ടി കളിക്കുന്ന പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം മെസ്സി ടൂർണമെന്റിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആദ്യമായിട്ടല്ല. പ്രത്യേകിച്ച് 2010 വേൾഡ് കപ്പ് ആണെങ്കിലും 11 കോപ്പ ആണെങ്കിലും പുള്ളി സ്ട്രഗിൾ ചെയ്തതാണ് ഇതിനു മുമ്പ്. പിന്നെ മെസ്സിക്ക് ഇപ്പൊ ദത്ത് പറഞ്ഞ പോലെ തന്നെ ഇഞ്ചറീസ് ബാക്ക് ടു ബാക്ക്, ഇപ്പൊ ഇഞ്ചറീസ്, റിക്കറിങ് ഇഞ്ചറീസ് വന്നുകൊണ്ടിരിക്കുന്നു. MLS പോയ ശേഷം PSG തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ MLS കുറച്ചും കൂടി അധികമായി തോന്നുന്നു. ആ ഈ ഡിസ്കംഫേർട്ട്, ഈ കരിയറിന്റെ ട്വലൈറ്റ് സ്റ്റേജിലൊന്നും ഡിസ്കംഫേർട്ട് വെച്ച് കളിക്കേണ്ട ആ ഒരു ആവശ്യമില്ല പുള്ളിക്ക്. പിന്നെ മെസ്സിന്റെ ആ ഡിസ്കംഫേർട്ടുള്ള കളി എനിക്ക് തോന്നുന്നു അർജന്റീന ഒന്നും കൂടി വീക്ക് ആക്കിയ ഒരു പ്ലെയർ കുറഞ്ഞ പോലെ തോന്നി അർജന്റീനക്ക്. പറഞ്ഞാ അധികം ഇൻവോൾവ് ആയിട്ട് പ്ലെയർ. പിന്നെ റൊണാൾഡോ കേസ് പറഞ്ഞ പോലെ തന്നെ മെസ്സി സ്ലോ ഡൗൺ ആവുന്നുണ്ട്. പറഞ്ഞ മെസ്സി ഏലിയന് ഹ്യൂമൻ ബീങ് എല്ലാം നല്ല കുറെ പറയുമല്ലോ ക്ലാസത്തിന് വേണ്ടിട്ട്. ബട്ട് ഇപ്പൊ നമുക്ക് കാണാൻ മനസ്സിലായി ഈ ഹ്യൂമൻ ബീങ് നമുക്ക് കാണാൻ പറ്റും. ആ പെനാൽറ്റി ആണെങ്കിലും മെസ്സി സാധാരണ ഈ കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഏറ്റവും വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കമ്പോസ്ഡ് പ്ലെയർ പോലെയാണ് മെസ്സി എല്ലാ പെനാൽറ്റിയും. എത്ര പെനാൽറ്റി? 4-5. ഒരു പെനാൽറ്റി എന്തോ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഇറലവന്റെ പെനാൽറ്റി മാത്രമേ മിസ്സാക്കിയുള്ളൂ. ബാക്കി ക്രൂഷ്യൽ പെനാൽറ്റീസ് എല്ലാം മെസ്സി അടിച്ചു. പക്ഷെ ഇപ്രാവശ്യം പെനാൽറ്റി അടിക്കാമെന്ന മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ കമ്പോസ്ഡ് അല്ലേ മെസ്സിക്ക്. ബിക്കോസ് കാരണം ഈ ടോപ്പ് ലെവൽ ഫുട്ബോൾ മാറുന്നതിന്റെ ഒരു എല്ലാം വെക്കേഷൻ നേടിയെന്ന ഇതിന്റെ മടിയാണോ മെസ്സിക്കുള്ളത്? എങ്ങനെ എല്ലാ ട്രോഫീസും അർജന്റീനയ്ക്ക് വേണ്ടിയും ക്ലബ് ലെവലിൽ നേടി എന്നതിന്റെ ഒരു മടിയാണോ മെസ്സിക്ക് കാണുന്നത്? അത് ഒന്നാമത് MLS പോലത്തെ ഒരു ലോ ക്ലാസ് ലീഗ് കളിക്കുന്നതിന്റെ ഒരു ഇമ്പാക്ട് ആണോ അത്? ഒന്നാമതാണ് എല്ലാ ട്രോഫീസ് നേടി പുള്ളി ഫുട്ബോൾ കംപ്ലീറ്റ് ആക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കളി പൊതുവെ ലതാർച്ചിക്കായി. പിന്നെ പിന്നെ അദ്ദേഹത്തിന് ഈ ഞങ്ങൾക്ക് റൊണാൾഡോ കേസ് പറഞ്ഞ ആൾക്ക് തന്നെ ഈ ലെവൽ മാറിയത് കൊണ്ടില്ല, അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പ്ലേയേഴ്സിനെ. ഇപ്പോ ഈ MLS പ്ലെയർ, സൗത്ത് അമേരിക്കൻ പ്ലെയേഴ്സ് ആണ് അധികം ഇക്വഡോറിലുള്ളത്. എന്നാൽ പോലും അവരുടെ ഒന്നാം മീറ്റ് അല്ലേ MLS-ക്കാളും. അപ്പൊ അത് കോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മെസ്സിക്ക്. അതാണ് മെയിൻ കാരണം മെസ്സി സ്ട്രഗിൾ ചെയ്യാൻ. പിന്നെ മെസ്സി തീരെ ഇൻവോൾവ് അല്ല ഇന്നത്തെ മാച്ചസിൽ. പിന്നെ വർക്ക് റേറ്റ് മെസ്സിക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല. സ്വാഭാവികം മെസ്സി അങ്ങനെ വർക്ക് റേറ്റ് എടുക്കുന്ന പ്ലെയർ. എന്നാൽ പോലും ഓൺ ദ ബോൾ കുറച്ചും കൂടി മെസ്സിക്ക് ഇന്ന് വർക്ക് ചെയ്തിട്ടാണെന്ന് തോന്നി. മെസ്സി ഇന്ന് ശരിക്കും പറഞ്ഞ യൂസ്ലെസ് ആയിട്ട് തന്നെ തോന്നി. ലാസ്റ്റ് ഒരു എത്ത് പറഞ്ഞ 10 മിനിറ്റിൽ ഒന്നോ രണ്ടോ മൂവ്മെന്റ് കാണിച്ചു. മെസ്സി മാത്രമല്ല, മൊത്തം അർജന്റീന ടീം പറ്റ ലതാർജിക്കായിരുന്നു. തീരെ ഇൻട്രസ്റ്റ് ഇല്ല, തീരെ എന്തുസിയാസം ഇല്ല. ഒരു എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെ. ഈവൻ ഈ ടച്ച് ലൈന് പോലും, ഈ ടച്ച് ലൈൻ സ്കാലോണി ഒരു ഭാവ വ്യത്യാസമില്ലാതാണ് നിന്നത്. കുറച്ച് ഇമോഷണൽ ആയത് പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടാണ്. പുള്ളി ഓൾറെഡി വിജയിച്ചു എന്ന്
ഒരു സൗത്ത് ഗേറ്റ് മെന്റാലിറ്റി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് പറയേണ്ടത് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ല അർജന്റീനക്ക്. ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ പണ്ട് റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും വേൾഡ് കപ്പിൽ കണ്ട പോലെ അല്ല. വെറും അട്ടർ പുവർ പെർഫോമൻസ് ആയിട്ട്, പ്രത്യേകിച്ചിട്ട് എൻസോ ഫെർണാണ്ടസിന്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഡിപ്പോളിന്റെ പെർഫോമൻസ്. ഡിപ്പോള് ഒരു ആവശ്യമില്ലാതെ കുറെ ഡ്രാമ കളിക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ ഫൗളിന് വേണ്ടി, സില്ലി ഫൗൾസിന് വേണ്ടി പുള്ളി എന്താ പറയുന്ന, ഇപ്പൊ കോണ്ടാക്ട് കൂടിയില്ല, ചെറിയ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്തോ വലിയ സംഭവം പോലെ. ആകെ ഇന്ന് കളിച്ചത് അലക്സിസ് മെക്കാലിസ്റ്റർ മാത്രമാണ് മിഡ്ഫീൽഡിൽ ഓൾ സ്കോഡിൽ കളിച്ചത് മെക്കാലിസ്റ്റർ, ലിസാൻഡ്രോ, പിന്നെ എമി മാർട്ടിനസ് ഗോൾ എമി കീപ്പർ ആണല്ലോ. ലിസാൻഡ്രോ മാർട്ടിനസ് ഫീൽഡിൽ നിന്ന് പോയപ്പോ ബാക്ക് ടു ബാക്ക് അറ്റാക്സ് തുടങ്ങി. പിന്നെ നിക്കോ ഗോൺസാലസ് ആണ് ഏറ്റവും ഡിസാസ്റ്റർ പ്ലെയർ ഉണ്ടായത് ഉള്ളതിൽ, എടുത്തു വരാനൊന്നുമില്ല. ആ ഗോള് ക്രോസ് കൂടി പോയ നിക്കോ ഗോൺസാലസ് ആവശ്യമില്ലാതെ ആ ഡ്രാമ കളിച്ചിട്ട് ഫൗള് വാങ്ങാനുള്ള ഒരു കളി കൊണ്ടാണ് അത് പോയത്. കാരണം അദ്ദേഹം എന്തോ ഡൈവ് ഇട്ട് തോന്നും, ആ ഡൈവ് കാരണമാണ് ആ ക്രോസ് പോയത്. അപ്പൊ പ്ലെയർ ഫ്രീ ആയി. മൊത്തത്തിൽ അർജന്റീന വൻ ശോകമായിരുന്നു സത്യം പറഞ്ഞാൽ. ഈവൻ എല്ലാ കളിയിലും വേൾഡ് ക്ലാസ് പെർഫോം ചെയ്യുന്ന കുട്ടി റൊമേറോ ആണെങ്കിൽ പോലും ഇന്നും ഭയങ്കര ഫുൾ ഓഫ് എക്സോസ്റ്റഡ് ആയി. ഈവൻ റൺസ് പോലും ഇടാൻ മര്യാദക്ക് പറ്റുന്നില്ല, ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒക്കെ പെപ്പെ സ്ലിപ്പാക്കി വീണുന്നുണ്ടായി. മൊത്തത്തിൽ അർജന്റീന വെറും ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോ മെസ്സിയാൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ടീം ഇപ്പോ മെസ്സിയുടെ ഡിപ്പെൻഡൻസി മാറി. ഇപ്പോ എടുത്തു പറയാനാണെങ്കിൽ എമി മാർട്ടിനസാൽ പിടിച്ചു നിൽക്കുന്ന ഒരു ടീമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വന്നു കഴിഞ്ഞാൽ അവർ അർജന്റീന ഒരു മാച്ച് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലിറ്ററലി ഒരു ടാറ്റിക്സ് ഇട്ട് നോക്കിയാൽ മതി. ചത്ത് കിടന്ന് ഡിഫെൻഡ് ചെയ്യുക, പെനാൽറ്റി ഷൂട്ട് ഔട്ട് കൊണ്ടുപോവുക, എമി മാർട്ടിനസ് രക്ഷിച്ചോളൂ. അപ്പോ ആ ഒരു ട്രാൻസിഷനിലേക്ക് മെസ്സി ഇത്രയും കാലം ക്യാരി ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റീസെന്റ് ടൂർണമെന്റുകളിലായാലും മാച്ചസിലായാലും ഫ്രണ്ട്ലീസ് ആയാൽ പോലും മെസ്സി ആയിരുന്നു അവരുടെ മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയർ. അവിടുന്ന് ഇപ്പോ ഏജിങ് ആയി, മെസ്സിനെ ഏജിങ് കാച്ചപ്പ് ചെയ്തു. അവിടുന്ന് മെസ്സിന്ന് മാറി ഇപ്പൊ എമി മാർട്ടിനസ് ആണ് കറന്റ്ലി അർജന്റീനയുടെ ബെസ്റ്റ് പ്ലെയർ. ഒരു ബ്രസീൽ ഫാൻ എന്നിരിക്കെ അർജന്റീനയുടെ ഗോൾ കീപ്പർ ഇത്രയും നല്ല രീതിക്ക് ഷൈൻ ചെയ്യുന്നതിനോട് ഷാമിലിന് എന്താണ് പറയാനുള്ളത്? എമി മാർട്ടിനസിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ടൂർണമെന്റിലും അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ ആണ്. പെനാൽറ്റിയിലേക്ക് പോയാലും ഇന്നും പുള്ളി രക്ഷിക്കും. ഇപ്പോ അണ്ണനെ കോസ്റ്റ രക്ഷിച്ച പോലെ മെസ്സിനെ എമിയു രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ട്രോളായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പലപ്പോഴും. വീട്ടിലൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു അർജന്റീനയുടെ ഇന്നത്തെ. എമി മാർട്ടിനസ് എന്ന് പറയുന്നൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ സെമി ഫൈനലിലേക്ക് എത്തിയാൽ പോലും അവർക്കിപ്പോ ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോഴത്തെ എമി മാർട്ടിനസ് അവിടെ ഉണ്ട്, എമി മാർട്ടിനസ് അവിടെ സേവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് പ്ലേയേഴ്സിന് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോ എമി മാർട്ടിനസിന്റെ ക്ലച്ച് മൊമെന്റ്സിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും എമി മാർട്ടിനസ് വെച്ചാല് പുള്ളിക്കൊരു എന്താ പറയാ, ഒരു വേറെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഇപ്പോ ഏതൊരു ഷൂട്ടർ വന്നാലും ഒരു കോൺഫിഡൻസിന് നിൽക്കും പുള്ളി, ഏതൊരു സമയത്തായാലും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ട്. പിന്നെ തളർത്തുകയും ചെയ്യും. ഈ പെനാൽറ്റി തളർത്താനും ആൾ എക്സ്പേർട്ടാണ്. പ്ലെയറിന്റെ അടുത്ത് പോയിട്ട് ഇതിൽ പറഞ്ഞിട്ടൊക്കെ തളർത്താനും മൂപ്പർ എക്സ്പേർട്ടാണ്. അതും ഒരു മൂപ്പരുടെ ഒരു ക്വാളിറ്റി എന്നല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനം മൂപ്പർക്ക് ഉണ്ട്. അതും ഒരു ഭാഗമാണ് അങ്ങേരുടെ ഒരു സക്സസിന് ഈ ഒരു കരിയറിൽ. ഇപ്പൊ നമ്മൾ എമി മാർട്ടിനസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്റെ ചോദ്യം കോൺട്രോവേഴ്സിയൽ ആയിരിക്കാം, പക്ഷെ സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്. ലയണൽ മെസ്സി ഫുട്ബോൾ കണ്ട എക്കാലത്തെ മികച്ച പ്ലെയർ തന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഇപ്പൊ ആ ടീമിന് ബാധ്യതയായി മാറിയിരിക്കുകയാണോ? അങ്ങേര് ആ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഷാമിലിന് ഇതിനെ പറ്റി പറയാനുള്ളത്? അങ്ങേരെല്ലാം നേടിക്കഴിഞ്ഞു. ആസ് എ പ്ലെയർ എല്ലാ അച്ചീവ്മെന്റുകളും നേടിക്കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ടൂർണമെന്റിലേക്ക് വരികയാണെങ്കിൽ. സോ ഒരു നല്ലൊരു ടൈമാണ് അങ്ങേർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ വിരമിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ ആയിരിക്കും ഈ ഫ്യൂച്ചറിൽ.
പിന്നെ ബാക്കി പ്ലെയേഴ്സിന് കൂടി അവസരം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മെക്കാലിസ്റ്റർ മെസ്സിയുടെ റോളിൽ കളിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണ്. അവര് അറ്റാക്കിംഗ് മിഡിലും റൈറ്റ് വിങ്ങിലും ഇപ്പൊ അങ്ങനത്തെ കുറെ പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോ വളരെ ടാലന്റഡ് ആയിട്ടുള്ള തന്നെ ക്ലൗഡി വെച്ച് വരി കുറെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട്. സോ അവർക്കൊരു അവസരം കൊടുക്കണം എന്ന രീതിയിൽ മുമ്പോട്ട് പോകണം. അതർവൈസ് ഇപ്പോൾ മെസ്സിനെ ടീമിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മെന്റർ അല്ലെങ്കിൽ യങ് പ്ലേയേഴ്സിനൊക്കെ ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു ആളായിട്ട് ടീമില് ഒരു വേൾഡ് കപ്പില് ഇപ്പോ 26 വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോൾ ആ ഒരു ടീമിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു മെന്ററായിട്ടൊക്കെ മെസ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. ഡെത്തിന് ഞാനിപ്പോ ചോദിച്ച ഒരു കാര്യത്തിനോട് എന്താണ് പറയാനുള്ളത്? മെസ്സിന്റെ സ്റ്റാൻഡേർഡിനല്ല ഇപ്പൊ കളിക്കുന്നത്. അയാൾ ഒരു ലെവല് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴേക്ക് പോയാൽ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ആരുടെ പ്രൂവ് ചെയ്യാനില്ല. സോ ദിസ് ഈസ് ദ ടൈം, ലൈക്ക് റൈറ്റ് നൗ. എനിക്ക് ഉറപ്പാണ് ഇതാണ് ലാസ്റ്റ് അർജന്റീന ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ഉണ്ടാവുക. അതെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ പുഷ് ചെയ്ത് കളിക്കുന്നത്, ഇഞ്ചുറീസ് വെച്ചിട്ടും പുഷ് ചെയ്ത് കളിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം. ഫർസീന് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. കാരണം ലാസ്റ്റ് ടൂർണമെന്റ് അതാണ് നല്ലത്. കാരണം ഈ കരിയർ എൻഡ് ഇപ്പോ ഡിക്ലൈനിങ് ആണ് രണ്ടാളും, റൊണാൾഡോ ആണെങ്കിൽ മെസ്സി ആണെങ്കിൽ. ടോപ്പ് ലെവല് വിരമിക്കുകയാണെങ്കിൽ ഇപ്പോ ലാസ്റ്റ് കാണുന്ന ജനറേഷൻ അവർ ലെവല് ആ മൈൻഡ് സെറ്റിൽ അതുപോലെ ആയിരിക്കും. ടോപ്പ് ക്ലാസ് പ്ലെയർ ആയി തന്നെ വിരമിച്ചു, ടോപ്പ് ക്ലാസ് പ്ലെയർ ആയിട്ട് ലെജൻഡറി പ്ലെയർ ആയിട്ട് കരിയർ മൊത്തം ഉണ്ടായി. അർജന്റീന ആണെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ബേസ് ആണ് ലോകത്ത് തന്നെ ഉള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അർജന്റീന ബ്രസീൽ തന്നെ ആയിരിക്കും. അപ്പോ അർജന്റീനയിൽ വളർന്നു വരുന്ന ജനറേഷന് മെസ്സിനെ ഒരു സ്പീഡ് ഇല്ലാതെ, ക്വാളിറ്റി ഇല്ലാതെ, അജിലിറ്റി ഇല്ലാതെ ഒരു പ്ലെയർ ആയിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടും. ഇങ്ങനെ വേൾഡ് കപ്പ് വരെ പോവാണെങ്കിൽ. കാരണം അത് അതിന്റെ ഗ്യാപ്പിൽ ക്വാളിഫിക്കേഷൻ മാച്ചസ് ഒക്കെ ഇല്ലേ. അതുകൊണ്ട് മെസ്സിക്ക് ബെസ്റ്റ് ഈ കോപ്പ കൂടി കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു അർജന്റീന ഫെയർവെൽ മാച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പുള്ളി ദത്ത് പറഞ്ഞ പോലെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിന് പുള്ളി കളിച്ചില്ലെങ്കിൽ ആൾക്കാർ ക്രിട്ടിസൈസ്. സെയിം ഗോസ് വിത്ത് റൊണാൾഡോ. ആ സ്റ്റാൻഡേർഡ്സിൽ എന്തായാലും കളിക്കേണ്ടി വരും. ഇനിയിപ്പോ കളിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ MLS-ലാണെങ്കിൽ പീപ്പിൾ ഡോണ്ട് കെയർ. ഇപ്പൊ ഇന്റർനാഷണൽ ലെവലാകുമ്പോൾ ടോപ്പ് പെർഫോമൻസ് എല്ലാവരും, ഇപ്പോ മീഡിയാസ് ആണെങ്കിലും പുണ്ടിറ്റ്സ് ആണെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കും. കാരണം അവർക്ക് ഫസ്റ്റ് മൈൻഡ് സെറ്റിൽ ഉണ്ടാവും, ഏജ് ഒന്നും അവരുടെ തലയിൽ ഉണ്ടാവില്ല. ഫസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർ ലെജൻഡറി സ്റ്റാറ്റസ് മാത്രമേ മൈൻഡിലുണ്ടാവും. അവർ ഡിക്ലൈൻ ചെയ്തൊന്നും, അവർ വാസ് ആയെന്നൊന്നും, ഏജ് ആയെന്നൊന്നും ബോധം ഉണ്ടാവില്ല. ആർക്കും ഞങ്ങൾക്കായാലും റോഹിത്തിനായാലും ഇപ്പോൾ ലെജൻസിനായാലും പുണ്ടിറ്റ്സിനായാലും ആർക്കായാലും അവർക്ക് അങ്ങനെയുണ്ടാവും മൈൻഡ് സെറ്റ്. അപ്പോ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഈ സ്റ്റേജിൽ റിട്ടയർ ചെയ്ത് പോവാം. കാരണം ഇപ്പോ മെസ്സി ഡിക്ലൈൻ ചെയ്യുന്ന ഫേസ്. റൊണാൾഡോ കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, മെസ്സി പക്ഷെ ഇപ്പൊ ഈ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇന്റർനാഷണൽ ലെവൽ. അപ്പോ ഈ ബെസ്റ്റ് ഈ ടൈമിൽ റിട്ടയർ ചെയ്ത് പോവാം. പോരാതെ തന്നെ അർജന്റീനക്ക് നല്ല ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം കോപ്പ അമേരിക്ക എത്താൻ. ഫൈനൽ വരെ കൂളായിട്ട് എത്തും എന്തായാലും, കേക്ക് വാക്കാണ്. ഫൈനൽ എത്തിയാൽ എന്തായാലും ജയിച്ചോ ഓർത്തോലി റിട്ടയർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് മെസ്സി. സക്സസിൽ നിൽക്കുമ്പോ റിട്ടയർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചാൽ വിരാട് കോഹ്ലി. മൂപ്പര് ഒരു പ്രസ് കോൺഫറൻസിൽ വന്ന് പറഞ്ഞ് ഞാൻ കളി നിർത്താൻ പോവാണ്, ബാക്കിയുള്ള ഇനി വരുന്ന തലമുറക്ക് എൻ്റെ ഈ ചാൻസുകൾ കൊടുക്കും, അവര് കളിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാധനം മെസ്സിയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കോപ്പ അമേരിക്ക കഴിഞ്ഞാല്. അപ്പോ അർജന്റീനക്കും മെസ്സിക്കും ഈ കോപ്പ അമേരിക്ക അടിക്കാൻ പറ്റി. അതുപോലെ അവര് ഒരു ഫെയറി ടെയിൽ എൻഡിങ് മെസ്സിയുടെ കരിയറിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.